ഈ വർഷം ഇന്ത്യ കളിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടൂർണമെൻറ്റുകളിലൊന്നാണ് ICC ചാമ്പ്യൻസ് ട്രോഫി. അപ്പോൾ അതിൻ്റെ ടീം സെലക്ഷനിൽ ഇപ്പോൾ സഞ്ജു സാംസൺ ഇല്ല എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. എന്നാൽ ഗൗതം ഗംഭീർ അടക്കം ഇക്കാര്യത്തിൽ വലിയ രീതിയിൽ സഞ്ജുവിന് അനുകൂലമായി വാദിച്ചിരുന്നു. അതായത് സഞ്ജു മികച്ച കളിക്കാരനാണ്, അദ്ദേഹത്തെ ഈ ടീമിൽ എടുക്കാതിരിക്കുന്നത് ടീമിന് വലിയൊരു നഷ്ടമായി മാറുമെന്നതടക്കം അദ്ദേഹം ഈ സെലക്ഷൻ കമ്മിറ്റിയുടെ സമയത്ത് അദ്ദേഹം വാദിച്ചിരുന്നു. ഒപ്പം തന്നെ നമുക്കറിയാം വളരെ മികച്ച രീതിയിലുള്ള ഒരു പ്രകടനമാണ് സഞ്ജു കഴിഞ്ഞ കാലങ്ങളിൽ, അതായത് നമുക്ക് ഈ കഴിഞ്ഞ 2020 സൗത്ത് ആഫ്രിക്കയുമായുള്ള T20 ഒപ്പം അവസാനം കളിച്ച ഏകദിന മത്സരത്തിലടക്കം സെഞ്ചുറി നേടുകയും വളരെ മികച്ച രീതിയിലുള്ളൊരു മത്സരം സഞ്ജു സാംസൺ കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു. ആ സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു സീനിയർ പ്ലെയർ എന്ന നിലയിൽ സഞ്ജുവിനെ ടീമിൽ പരിഗണിച്ചില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ ഈ ചാമ്പ്യൻസ് ട്രോഫിക്കായി മറ്റ് പ്ലെയേഴ്സിനെ പരിഗണിച്ചപ്പോൾ വളരെ വലിയ രീതിയിൽ സഞ്ജുവിനെ അവഗണിച്ചു. അതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം കൂടി ഉയർന്നു വരുന്നുണ്ട്. റിപ്പോർട്ടർ അമൽനാഥ് ചേരുന്നുണ്ട്. അമൽനാഥ്, സഞ്ജു വളരെ മികച്ച രീതിയിലുള്ള ഒരു പ്രകടനമാണ് കഴിഞ്ഞ കാലങ്ങളിൽ കാഴ്ചവെച്ചത്. അത് നമ്മൾ മത്സരങ്ങളിലുടനീളം കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ ഈ ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ അദ്ദേഹത്തെ ഒഴിവാക്കുന്ന തരത്തിലുള്ളൊരു സമീപനം അത് സെലക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതിൽ ഈ BCCIക്ക് KCA നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ ഒരു സെലക്ഷൻ ഇല്ലാതായെന്നുള്ള വാർത്ത പുറത്തു വന്നിരുന്നു. എന്നാൽ അതിനെതിരെ ഇപ്പോൾ KCA പ്രസിഡന്റ് ജയേഷ് ജോർജും രംഗത്ത് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് വിവരങ്ങൾ? നന്ദു, KCA ഒഫീഷ്യൽസിന്റെ ഈഗോ കാരണമാണ് സഞ്ജു സാംസണ് ഇന്ത്യൻ ടീമിൽ സ്ഥാനം ലഭിക്കാതിരുന്നത് എന്ന രീതിയിലുള്ള ആരോപണങ്ങളാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ആരോപണം അല്ലെങ്കിൽ വാർത്ത അടിസ്ഥാനരഹിതമാണ് എന്ന രീതിയിലുള്ള പ്രതികരണവുമായി നിലവിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഒഫീഷ്യൽസ്, പ്രത്യേകിച്ച് പ്രസിഡന്റ് അടക്കമുള്ളവർ രംഗത്ത് വന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. സഞ്ജു സാംസണ് ഈ ഇന്ത്യൻ ടീമിലേക്ക്, ചാമ്പ്യൻസ് ട്രോഫിയുടെ ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ ലഭിക്കാതിരുന്നത് ഒരിക്കലും KCAയുടെ ഇടപെടൽ മൂലമല്ല, മറിച്ച് ആ ഒരു ടൂർണമെന്റിലേക്ക് പരിഗണിക്കുമ്പോൾ ഇത്തരത്തിലൊരു ആഭ്യന്തര ലീഗിൽ കളിച്ചിട്ടുണ്ടോ ഇല്ലയോ അത്തരം കാര്യങ്ങളൊന്നുമല്ല പരിഗണിക്കുക. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മുന്നേ ഇന്ത്യക്ക് വേണ്ടി കളിച്ച മത്സരങ്ങൾ എത്രത്തോളമായിരുന്നു, എങ്ങനെയായിരുന്നു പെർഫോമൻസ്, അത്തരം കാര്യങ്ങളാണ് പരിഗണിക്കുക. അങ്ങനെ പരിഗണിക്കുമ്പോൾ സഞ്ജുവിന്റെ കഴിഞ്ഞ കാലത്തെ പെർഫോമൻസ് എടുത്ത് നോക്കുമ്പോൾ ഇന്ത്യക്ക് വേണ്ടി മികച്ച രീതിയിൽ അദ്ദേഹത്തിന് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് പരിഗണിക്കുമ്പോൾ അവിടെ സീനിയർ താരങ്ങൾ, പ്രത്യേകിച്ച് രോഹിത് ശർമ്മ, വിരാട് കോഹ്ലിയെ പോലുള്ള താരങ്ങളുണ്ട്. അത്തരം താരങ്ങളെയൊക്കെ പരിഗണിക്കുമ്പോൾ അവിടെ സഞ്ജുവിന്റേതായ ഒരു സ്ലോട്ട് ഇല്ലാതായി. അതായത് സഞ്ജു എന്ന് പറയുന്ന ഒരു ഓപ്പണിംഗ് വിക്കറ്റ് കീപ്പർ ബാറ്ററാണ്. അപ്പോൾ ആ ഒരു സ്ലോട്ട് അവിടെ ഇല്ലാതായി ഗില്ല് ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് വരുന്നുണ്ട്. അതിനാൽ മാത്രമാണ് സഞ്ജു സാംസൺ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇടം നേടാൻ വേണ്ടി സാധിക്കാതിരുന്നത്. അല്ലാതെ അവിടെ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ഭാഗത്തുനിന്നും യാതൊരു തരത്തിലുമുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് നിലവിൽ വരുന്നത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം ഈ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്, ഇത്തരത്തിൽ ഈ ഒരു സെലക്ഷൻ നടക്കുമ്പോൾ ഏറ്റവും ആദ്യം BCCI ഈ KCAയുമായി ഒരു ചർച്ച നടത്തിയിരുന്നു. അതായത് സഞ്ജുവിനെ എതിരെ ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. എന്നാൽ അത്തരത്തിൽ ഒരു രീതിയിലുള്ള നടപടികളും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് വിജയ് ഹസാരെ ടൂർണമെന്റിൽ സഞ്ജു ഒരു മത്സരങ്ങളിലൊന്നും പങ്കെടുത്തിരുന്നില്ല. സഞ്ജു കേരള ടീമിന്റെ ക്യാപ്റ്റനാണ്. എങ്കിൽ പോലും അദ്ദേഹത്തിനെതിരെ നെഗറ്റീവായുള്ള ഒരു കാര്യവും BCCIക്ക് അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊന്നും തന്നെ KCA നൽകിയിട്ടില്ല എന്നാണ് KCAയുടെ ഭാഗത്തു നിന്നുമുള്ള മറുപടി. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് പരിഗണിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ അവിടെ സഞ്ജുവിന്റെ പേര് കൂടി ഉണ്ടായിരുന്നു. ഡിസ്കഷൻ ടൈമിൽ സഞ്ജു സാംസൺ എന്ന കേരള താരത്തിന്റെ പേര് കൂടി അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ലാസ്റ്റ് ടൈമിലാണ് ഇത്തരത്തിൽ സഞ്ജുവിന് ആ ഒരു ലിസ്റ്റിൽ ഇടം പിടിക്കാതെ പോയത് എന്നാണ് KCA പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അഗാർക്കറുടെ അടക്കം പ്രതികരണങ്ങൾ വന്നിരുന്നു. ഏറ്റവും അവസാനം വരെ ഋഷഭ് പന്ത് എന്ന ബാറ്ററോട് ഒരു മത്സരം സഞ്ജു സാംസൺ ഈ ഒരു ലിസ്റ്റിൽ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ സഞ്ജു സാംസനെ ആ ഒരു ലിസ്റ്റിൽ ഇടം പിടിക്കാൻ സാധിച്ചില്ല എന്ന അഗാർക്കറും പിന്നീട് ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നു. അല്ലാതെ മറ്റ് അനാവശ്യമായി ഇപ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ അനാവശ്യമായ വിവാദങ്ങൾ മാത്രമാണ്. ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഇടപെടലും KCAയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് KCAയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു വിജയ് ഹസാരെ ടൂർണമെന്റിൽ സഞ്ജു സാംസൺ പങ്കെടുക്കാതിരുന്നത്, പ്രത്യേകിച്ച് ഇപ്പോൾ
ഈ പ്രധാനപ്പെട്ട വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും പോലുള്ള താരങ്ങൾ ആഭ്യന്തര ക്രിക്കറ്റിൽ അടക്കം മത്സരിക്കണം എന്ന ഒരു നിലപാട് നിലവിൽ BCCI മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ സഞ്ജു സാംസൺ കേരളത്തിന് വേണ്ടി കളിക്കാതിരുന്നതിൽ KCAക്ക് ഒരു നീരസമുണ്ട്. പ്രത്യേകിച്ച് ഒരു വ്യക്തമായ ഒരു റീസൺ സഞ്ജു സാംസൺ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. താൻ ആ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന ഒരു വൺ ലൈനായി മാത്രം ഒരു മറുപടി KCAക്ക് നൽകുകയാണ് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത്. കൃത്യമായ ഒരു റീസൺ അദ്ദേഹം നൽകിയിട്ടുണ്ടായിരുന്നില്ല. അതിൽ ഒരു നീരസമുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ സഞ്ജു സാംസണെ ഇന്ത്യൻ ടീമിലേക്ക് ഉൾപ്പെടുത്തുന്ന ആ ഒരു സെലക്ഷൻ ന്റെ ഭാഗമായി ഒരിക്കലും KCA ഒരു തരത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ടില്ല. ഇവിടെ ഒഫീഷ്യൽസിന്റെ ഈഗോയോ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളുമില്ല. മുന്നേയുള്ള മത്സരങ്ങൾ ഒപ്പം തന്നെ ആ ഒരു സ്ലോട്ട് അനുസരിച്ച് താരങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ സഞ്ജു സാംസൺ അവിടെ പുറത്തായി അത്രമാത്രമേ ഉള്ളൂ എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് നിലവിൽ KCAയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. KC അത്തരത്തിലാണ് പ്രതികരിച്ചത്. എന്തായാലും ദേശീയ ടീമിലേക്കുള്ള സെലക്ഷന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഭ്യന്തര ടൂർണമെൻറ്റാണ് വിജയ് ഹസാരെ ടൂർണമെൻ്റ് എന്നിരിക്കെ അതിലെ പരിശീലന ക്യാമ്പിൽ നിന്നും മാറി നിന്നു എന്നൊരു കാരണം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ സഞ്ജു സാംസനെ ഈ മത്സരത്തിൽ പങ്കെടുപ്പിക്കാതിരുന്നതെന്നടക്കം KCA കാരണങ്ങളിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ സഞ്ജു സാംസൻ്റെ അച്ഛൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, മകനെ മനഃപൂർവ്വം ഇതിൽ പ്പിക്കില്ല. അത്തരത്തിലൊരു സമീപനം KCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അത് ചില ഈഗോ പ്രശ്നങ്ങളാണ് എന്നതടക്കം അദ്ദേഹത്തിൻ്റെ അച്ഛൻ സഞ്ജു സാംസൻ്റെ അച്ഛൻ അത്തരം കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് പരിശീലന ക്യാമ്പിൽ മാറി നിന്ന മറ്റ് കളിക്കാരെ അതിൽ പങ്കെടുപ്പിച്ചു, തൻ്റെ മകനെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങളും ഈ പിതാവ് പറഞ്ഞിരുന്നു. തീർച്ചയായും അതിനൊരു വ്യക്തിപരമായ രീതിയിലുള്ള ഒരു പ്രതികരണം എന്ന് മാത്രമേ നമുക്ക് അമൽനാഥ് ദയവായി തുടരുക.